ആദ്യ കീമോ കഴിഞ്ഞ് വിശ്രമത്തിലാണ് രേണുസുതി. ഒരിക്കലും ഇങ്ങനൊരു ഘട്ടം തൻ്റെ ജീവിതത്തിൽ വരുമെന്ന് രേണു കരുതിയിരുന്നില്ല. അതിനാൽ തന്നെ മകന് വേണ്ടി ഇല്ലാത്ത ധൈര്യം സംഭരിച്ചാണ് രേണു ചികിത്സയ്ക്ക് വിധേയനായത്. ഇപ്പോഴിതാ അസുഖവുമായി ബന്ധപ്പെട്ടതും ചികിത്സയുമായി ബന്ധപ്പെട്ടുമുള്ള അപ്ഡേഷനുകൾ പുതിയ ബ്ലോഗിലൂടെ രേണുവും സഹോദരിയും പങ്കുവച്ചു. എൻ്റെ ആദ്യത്തെ കീമോ ചെയ്യാൻ പോവുകയാണ്. എന്നോട് പുറത്ത് നിൽക്കാൻ പറഞ്ഞിട്ട് എൻ്റെ ചേച്ചിയോടും ചേട്ടനോടുമാണ് ഡോക്ടർ സംസാരിച്ചത്. കോൺഫിഡൻഷ്യലായ ഒരുപാട് കാര്യങ്ങൾ അവരോട് ഡോക്ടർ പറഞ്ഞു. അതൊന്നും ഇപ്പോൾ എനിക്ക് അറിയില്ല. അവർ എന്നോട് പറഞ്ഞിട്ടുമില്ല. എന്നെ മുറിക്കുള്ളിൽ ഇരുത്തിയിട്ടാണ് പപ്പയോടും മമ്മിയോടും അവർ കാര്യങ്ങൾ പറഞ്ഞത്. എല്ലാവരും പ്രാർത്ഥിക്കണം. കുറച്ച് സീരിയസ് കാര്യങ്ങൾ തന്നെയാണ്. അറിഞ്ഞത് വെച്ച് എൻ്റെ അവസ്ഥ അല്പം സീരിയസ് ആയിട്ടുള്ള മോശം അവസ്ഥയാണ്. ക്യാൻസറിനെ ഭയന്നിരിക്കുന്നവർക്ക് മാതൃകയാകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ശരീരത്തിൽ മുഴ വന്നാൽ വെച്ചുകൊണ്ടിരിക്കരുത്. എല്ലാത്തിനും ചികിത്സയുണ്ട്. ലക്ഷക്കണക്കിന് രൂപയുടെ മരുന്നാണ് വാങ്ങിയിരിക്കുന്നത്. അതാണ് ഇന്ന് ഇഞ്ചക്ട് ചെയ്യാൻ പോകുന്നത്. പിന്നെ കീമോയുമുണ്ട്. ആൻറ്റിബോഡി ഇഞ്ചക്റ്റും ചെയ്യും. മനക്കരുത്തുണ്ടെങ്കിൽ ക്യാൻസറിനെ വിജയിക്കാം. കീമോ ചെയ്തിട്ട് തിരിച്ചു വരുമ്പോൾ എങ്ങനെയാകുമെന്ന് അറിയില്ല. എല്ലാവരോടും പ്രാർത്ഥന വേണം. ഒരുപാട് പേർ എനിക്ക് വേണ്ടി വഴിപാട് കഴിപ്പിച്ച് എന്നൊക്കെ അറിയാൻ കഴിഞ്ഞു. ഋതപ്പനെ ഓർത്ത് നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ അഹങ്കാരിയായിരിക്കാം. അത്തരമൊരു കമൻറ്റുകളും കണ്ടു കാണും. അതൊന്നും വിലക്കെടുക്കാതെ എൻ്റെ ഋതപ്പനെ ഓർത്ത് പ്രാർത്ഥിക്കണം. എനിക്ക് അസുഖമാണെന്ന് അറിഞ്ഞ ശേഷം അവൻ നല്ല വിഷമത്തിലാണ്. പൊട്ടിക്കരയാറുമുണ്ട്. പക്ഷേ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ഒരുപാട് പണം വേണം എൻ്റെ ചികിത്സയ്ക്കും മരുന്നിനുമായി. അതൊന്നും ഞാൻ കരുതിയിട്ടില്ല. കുറേ പ്രോഗ്രാമുകൾ മുടങ്ങിപ്പോയി. അതുപോലെ എൻ്റെ ചേച്ചി ജോലി രാജിവെച്ചു. എന്നെ നോക്കാൻ വേണ്ടിയാണ് രാജിവെച്ചത്. അതാണ് എനിക്ക് ഏറ്റവും വലിയ വിഷമമായതും. രക്തബന്ധത്തിലുള്ള ആരെങ്കിലും തന്നെ രോഗിയെ നോക്കണമെന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു. എൻ്റെ ചേച്ചിയോടും ചേട്ടനോടും ഡോക്ടർ എന്താണ് പറഞ്ഞതെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല. ഇന്ന് കീമോ തുടങ്ങുകയുണ്ടായിരുന്നു. പക്ഷേ പുറത്തുനിന്ന് ഒരു മരുന്ന് വാങ്ങാനുള്ളത് കൊണ്ടും ബ്രസ്റ്റ് ക്ലിപ്പ് ഇടാനുള്ളത് കൊണ്ടും കീമോ ചെയ്യാൻ കഴിഞ്ഞില്ല. ഇങ്ങനെ ഇരിക്കുന്നതെന്നേ ഉള്ളൂ. കണ്ടീഷൻ വളരെ മോശമാണ്. ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലാണ് ഇനി ഞാൻ എൻ്റെ തറവാടായി കാണുന്നത്. എത്ര വർഷം പോകുമെന്ന് അറിയില്ല. എത്ര വർഷം പോയാലും എൻ്റെ ഋതപ്പന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. അവൻ്റെ അമ്മ തിരിച്ചു വരാൻ പ്രാർത്ഥിക്കണം. പറ്റുന്ന രീതിയിൽ അപ്ഡേഷൻ തരാം. എൻ്റെ ദൈവത്തിൻ്റെ കയ്യിലാണ് എന്നും രേണു പറഞ്ഞു. 3 ആഴ്ച കൂടുമ്പോൾ ഒരു കീമോ വെച്ച് 6 കീമോയാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. 6 കീമോയ്ക്ക് ശേഷം സർജറിയാണ്. എല്ലാവരും പ്രാർത്ഥന വേണം. ആ പ്രാർത്ഥനയാണ് മുന്നോട്ട് അവളെ കൊണ്ടുപോകുന്നതെന്ന് രേണുവിൻ്റെ സഹോദരിയും പറഞ്ഞു.